എല്ലാവർക്കും ഹോം മെയ്ഡ് ഷെഫിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കിയാലോ. ഇത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അതിനുവേണ്ടി 3/4 കിലോ കപ്പയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഒരു പാത്രത്തിൽ ഇട്ട് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളയണം. ഇനി ഈ കപ്പ ഒരു കുക്കറിലിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. കപ്പ വേവുന്ന സമയത്ത് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി ചതച്ചെടുക്കാം. കുറച്ച് ഉള്ളി നമുക്ക് താളിക്കാൻ വേണ്ടി അരിഞ്ഞു മാറ്റി വയ്ക്കാം. വേവിച്ച കപ്പ ഒരു പാത്രത്തിലോട്ട് പകർത്തി ചതച്ച ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് 3/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി താളിക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 3 ഉണക്കമുളക്, 1 ടീസ്പൂൺ കടുക് എന്നിവ ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്ക് വഴറ്റാം. ഏകദേശം ബ്രൗൺ നിറമാകുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് നന്നായി ഒന്നുകൂടെ വഴറ്റുക. ഇനി നമുക്കിത് കപ്പയിലോട്ട് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ പാൽക്കപ്പ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് പകർത്താം. ഈ പാൽക്കപ്പ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. താങ്ക് യു.